നമസ്കാരം, ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും. എൻ്റെ ചൈന കൊറിയ യാത്രയുമായി ബന്ധപ്പെട്ട 22ാമത്തെ എപ്പിസോഡാണ് ഇത്. ഇന്ന് ഞങ്ങൾ ചൈനയുടെ ഷാൻഗായ് സീപോർട്ടിൽ നിന്നും കൊറിയയുടെ ജെജൂസ് ദ്വീപിലേക്കാണ് പുറപ്പെട്ടത്. കപ്പലിലാണ് ഞങ്ങളിപ്പോൾ. ദി റോയൽ കരീബിയൻ ക്രൂസിൻ്റെ സ്പെക്ട്രം ഓഫ് ദി സീ എന്ന പടുകൂറ്റൻ യാത്രാ കപ്പലിലാണ് ഞങ്ങളിപ്പോൾ. വെളിയിലേക്ക് നോക്കിയപ്പോൾ ഒരു കപ്പലുകളുടെ, അതായത് കാർഗോ കപ്പലുകളുടെ ഒരു നിര തന്നെ കാണുന്നുണ്ട്. എനിക്കൊരു സംശയം, ഇവിടെ ചരക്ക് കപ്പലിൻ്റെ ഒരു ട്രാഫിക് ജാം ഉണ്ടായോ എന്ന ഡൗട്ട്. ഏതായാലും അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ കപ്പലിൻ്റെ 14ാമത്തെ നിലയിലേക്കൊന്ന് പോയി. അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നതും കൂടുതൽ നമുക്ക് കാണാനൊക്കെ ഉള്ള കാര്യങ്ങളുള്ളത് അവിടെയാണ്. 14ാമത്തെ നിലയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഷാൻഗായ് സിറ്റി പതിയെ പതിയെ ഒരു മങ്ങിയ ചിത്രമായി മാറാൻ തുടങ്ങുന്നു. ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് സംശയിച്ചു പോകും. അതോടെ നഗരത്തിൻ്റെ തിരക്കുകളെല്ലാം മറന്ന് ക്രൂയിസ് കപ്പലിനുള്ള സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം നമുക്കിനി. ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് ഇതിൽ കയറിക്കഴിഞ്ഞാൽ പലർക്കും ഓരോരുത്തരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം മറന്ന് ഇനി ആഘോഷിക്കാനുള്ള സമയമാണ്, നമുക്ക് ആഘോഷിക്കാം എന്ന തീരുമാനത്തിലാണ് ഈ ഷിപ്പിൽ കയറിയത് എന്ന് നമുക്ക് തോന്നിപ്പോകും. 14ാം നിലയിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ലോകം ഒരൊറ്റ നീല വിതാനമായി ചുരുങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ മുൻപിൽ അങ്ങേ അറ്റം വരെ പരന്നു കിടക്കുന്ന അനന്തമായ കടൽ മാത്രം. അങ്ങേയായി ചരക്കുകൾ കൊണ്ടുപോകുന്ന ചെറിയ ചെറിയ കപ്പലുകളും കാണാം. പടിഞ്ഞാറ് ദിശയിൽ ദിനരാത്രങ്ങളുടെ നാഥനായ സൂര്യൻ അഗാധമായ കടലിലേക്ക് താഴ്ന്നുകൊണ്ടേയിരിക്കും. റോയൽ കരീബിയൻ ഷിപ്പിൽ ഇത് ആദ്യത്തെ യാത്രയല്ല, 3ാമത്തെ യാത്രയാണ്. ഈ സ്പെക്ട്രം ഓഫ് ദി സീ എന്ന ഈ കപ്പലിൽ എനിക്ക് പ്രത്യേകമായി എടുത്തു പറയാൻ കണ്ടത് ഈ കാണുന്ന കാഴ്ച. നോർത്ത് സ്റ്റാർ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. കപ്പലിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള 300 അടി ഉയരം വരെ പൊക്കുകയും കടലിൽ 360 ഡിഗ്രി കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു നിരീക്ഷണ ക്യാപ്സൂൾ ആണിത്. ഒരു വലിയ ക്രെയിനിൽ തൂങ്ങി ആകാശത്തേക്ക് ഉയരുന്നത് പോലെയാണ് ഇതിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ അനുഭവപ്പെടുന്നത്. ഇവിടെ വളരെയധികം സ്വിമ്മിംഗ് പൂളുകളുണ്ട്. ഇവിടെ ചില ആളുകൾ സ്വിമ്മിംഗ് പൂളിൽ നീന്താതെ സ്വിമ്മിംഗ് പൂളിൻ്റെ അറ്റത്ത് നിന്ന് മാസ് പോസ് ചെയ്ത് കടലിനെ നോക്കി നേരെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവർ സത്യത്തിൽ നീന്തൽ അറിയാത്തവരാകാം. ചിലപ്പോൾ അവർക്ക് വേണ്ടത് വെള്ളമല്ല, ലൈക്കുകളായിരിക്കാം. ഷാൻഗായ് തുറമുഖത്തെ ചരക്ക് നിയന്ത്രിക്കുന്ന ക്രെയിനുകളാണ്, ആ തുറമുഖത്തുള്ള ക്രെയിനുകളാണ് പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ കപ്പൽ ഇപ്പോൾ കിഴക്കൻ ചൈന കടലിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ലക്ഷ്യം കൊറിയയുടെ ഒരു ദ്വീപായ ലിജു ആ ദ്വീപിലെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനവും. 3 ദിവസം നമ്മൾ ഈ കപ്പൽ തങ്ങിയാണ്. അടുത്ത ദിവസം നമ്മൾ ദ്വീപിലെത്തും. ദ്വീപിലൊരു പകൽ മുഴുവൻ കറങ്ങിയതിന് ശേഷം തിരിച്ച് നമ്മൾ ഈ സ്ഥലത്തേക്കാണ്, ഈ കപ്പലിൽ തന്നെ തിരിച്ച് ഈ തുറമുഖത്തിൽ തന്നെ തിരിച്ചെത്തും. കപ്പലിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ വെളിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് കരഭാഗം പതുക്കെ പതുക്കെ മങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ കാഴ്ചയിൽ വരുന്നത് വെറും കപ്പലുകൾ മാത്രമാണ്. അതും ചരക്ക് കപ്പലാണ് കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കപ്പലും അടുത്ത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പല നിറത്തിലുള്ള കണ്ടെയ്നറുകൾ, ചരക്ക് കണ്ടെയ്നറുകൾ നിറത്തി വെച്ച് നീങ്ങുന്ന ഒരു ഗോഡൗൺ പോലെയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. അതിനുശേഷം ഞാൻ പോയത് ഏതൊരു കപ്പലിൻ്റെയും മർമ്മപ്രധാനമായ മസ്റ്റർ ഏരിയ എന്ന സ്ഥലത്തേക്കാണ് പോയത്. കപ്പലിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഗൗരവകരവുമായ സ്ഥലമാണ് മസ്റ്റർ ഏരിയ. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ള സ്ഥലമാണ് ഇത്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കപ്പലിൽ ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ, ഉദാഹരണത്തിന് തീപിടുത്തമോ അല്ലെങ്കിൽ കപ്പൽ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായാൽ യാത്രക്കാരെല്ലാവരും സുരക്ഷിതരായി ഒത്തുചേരേണ്ട സ്ഥലമാണ് ഇത്. അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഭ്രാന്തി ഒഴിവാക്കാനും എല്ലാ യാത്രക്കാരും ജീവനക്കാരും ഒരുമിച്ച് നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാനും വേണ്ടിയാണ് ഈ സ്ഥലം പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും നിർദ്ദേശിച്ചിരിക്കുന്നതും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കപ്പലിൻ്റെ വശങ്ങളിൽ മുകളിലായിട്ട് ഒരു കൂട്ടം ഓറഞ്ച് നിറത്തിലുള്ള വലിയ ബോട്ടുകൾ തൂങ്ങിക്കിടന്ന് സ്വല്പം മുൻപ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതാണ് ലൈഫ് ബോട്ടുകൾ. ഇവ കണ്ടാൽ തോന്നും അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മളെ കരയിലെത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വലിയ ഓറഞ്ച് ടാക്സികളാണോ എന്ന് തോന്നിപ്പോകും. ഞാൻ ആ പറഞ്ഞ ഓറഞ്ച് ടാക്സിയാണ് ആ മഞ്ഞ നിറത്തിലൂടെ കാണുന്ന ലൈഫ് ബോട്ട്സ്. അതിനുശേഷം ഞങ്ങൾ കപ്പലിന് ഉള്ളിലേക്ക് വന്നു. കപ്പലിനുള്ളിൽ ആദ്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇവിടെ വലുതും ചെറുതുമായ 19 റെസ്റ്റോറൻറ്റുകളുണ്ട്. എല്ലാ റെസ്റ്റോറൻറ്റിലും നമുക്ക് ഡയറക്റ്റ് കയറാൻ പറ്റത്തില്ല. ചില റെസ്റ്റോറൻറ്റുകൾ കയറുന്നതിന് നേരത്തെ അറിയിക്കണം. നമ്മുടെ ബുക്ക് നമ്പറും നമ്മുടെ റൂം നമ്പറും കൊടുത്ത് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കയറാൻ പറ്റും. അല്ലാതെ നമ്മൾ ലാസ്റ്റ് മിനിറ്റിലാണ് അവിടെ ചെല്ലുന്നതെങ്കിൽ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് കയറാൻ പറ്റും. അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ് ഭാഗങ്ങളുണ്ട്. അതല്ലാതെ തന്നെ കൂടിയ ക്ലാസ്സുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഈ റെസ്റ്റോറൻറ്റുകളും ഉണ്ട്.
അതുപോലെ തന്നെ വിവരിച്ചാലും തീരാത്ത ഒരുപാട് ഒട്ടനവധി വിശേഷങ്ങളും സവിശേഷതകളും അത്ഭുതങ്ങളും നിറഞ്ഞ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. വഴിയെ ഞാൻ എല്ലാം ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം. ഞാൻ തൽക്കാലം ഇത് നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.